കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വികസന വിപ്ലവം തീർത്ത മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. ഒരു പതിറ്റാണ്ട് കാലം UDF-നൊപ്പമായിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ LDF-നെ പിന്തുണച്ചതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ ഹബ്ബായി മണ്ഡലം മാറുകയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 4000 കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായ മന്ത്രി P. രാജീവിന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ UDF-ൽ നിന്നും LDF പിടിച്ചെടുത്ത മണ്ഡലമാണ് കളമശ്ശേരി. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് LDF. ചരിത്രത്തിൽ ഇന്നേ വരെയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ 5 വർഷം മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. 600 കോടി നിക്ഷേപമുള്ള അദാനി ലോജിസ്റ്റിക് പാർക്ക്, കിൻഫ്ര പാർക്ക് എന്നിങ്ങനെ 100 കണക്കിന് സംരംഭങ്ങളെ വിളയിച്ചെടുത്ത മണ്ണാണ് കളമശ്ശേരിയുടേത്. കൊച്ചിൻ വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലും പുത്തനുണർവിന്റെ കാലം. അദാനിയുടെ ലോജിസ്റ്റിക് പാർക്കാകാം, ലുലുവിൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ SFO പോലെയുള്ള കമ്പനികളുടെ വികസനം, അതേപോലെ തന്നെ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി കാർഷിക മേഖലയായിട്ടുള്ള മണ്ഡലത്തിലെ പ്രദേശങ്ങളെ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കൃഷിയുടെ ഭാഗമായി തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ പുഴകളിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിനാവശ്യമായി നീരൊഴുക്ക് ശക്തിപ്പെടുത്താൻ ആവശ്യമായ പദ്ധതി. ക്യാൻസർ റിസർച്ച് സെന്ററും മെഡിക്കൽ കോളേജും മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ആരോഗ്യ മേഖലയുടെ കരുത്തായി. കേരളം കോവിഡ് പ്രതിരോധത്തിൽ ലോകശ്രദ്ധയാകർഷിച്ചപ്പോൾ കളമശ്ശേരിയും മികവ് പുലർത്തി. കുസാറ്റ്, പോളിടെക്നിക്, ITI എന്നിവയും മണ്ഡലം കൈവരിച്ച നേട്ടങ്ങളാണ്. സയൻസ് പാർക്ക്, സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ വമ്പൻ പദ്ധതികളും യാഥാർത്ഥ്യത്തിനരികെ നിൽക്കുന്നു. 1,678 സ്ത്രീ വോട്ടർമാരും 94,611 പുരുഷ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ 1,95,291 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. കളമശ്ശേരി, ഏലൂർ നഗരസഭകളും ആലങ്ങാട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരമാലൂർ പഞ്ചായത്തുകളുമാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. മുൻപൊരിക്കലുമില്ലാത്ത വൻ വികസന പദ്ധതികളാണ് കളമശ്ശേരിയിൽ ഇക്കുറി യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് തന്നെ വികസനം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നത് ഉറപ്പ്. അമൽനാഥ്, കൈരളി ന്യൂസ്, കൊച്ചി.